ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പറയാണ്. ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്യണത്. പക്ഷേ ക്രിസ്മസിൻ്റെ തലേദിവസത്തെ വീഡിയോ ആണ്. തലേദിവസം തൊട്ട് ക്രിസ്മസ് ദിവസം വരെയുള്ള വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ക്രിസ്മസ് ആശംസകൾ നേരെയാണ്. ഈ ന്യൂ ഇയർ വരുന്നുണ്ട്. അഡ്വാൻസ് ന്യൂ ഇയർ വിഷസും കൂടെ തരാണ്. കാരണം ഇനി ന്യൂ ഇയർ കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടാറില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ക്രിസ്മസിൻ്റെ തലേദിവസം തൊട്ട് നമുക്ക് പണികൾ തുടങ്ങുകയാണ്. അപ്പോൾ വീട്ടിലെ അകത്തെ പണികൾ വേറെ, പുറത്ത് കുറച്ച് ക്ലീനിങ്ങും അങ്ങനെയൊക്കെ നമ്മളുടെ മുറ്റങ്ങളും കാര്യങ്ങളും അടിക്കൽ, മാറാള തട്ടൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് 2-3 ദിവസം തൊട്ടേ തുടങ്ങും. അപ്പോൾ അതൊക്കെ അങ്ങനെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ചെടികളാണല്ലോ. അപ്പോൾ സത്യം പറയാൻ വെച്ചാൽ 2-3 ദിവസമായിട്ട് ഇവരെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും നോക്കിയിട്ടില്ല. നനയ്ക്കൽ തന്നെ കുറഞ്ഞു. കാരണം ഈ ക്ലീനിങ്ങും ഇതൊക്കെ അടിതൊടാതൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ക്രിസ്മസിൻ്റെ മുടക്കം എങ്ങനെയായാലും ഞാൻ ക്രിസ്മസിൻ്റെ അന്നും തലേദിവസവും പിറ്റേ ദിവസവും ഒക്കെ ലീവ് എടുക്കണം എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെയും കുറച്ച് പണികൾ പെൻഡിങ് വരാത്ത രീതിയിൽ വേഗം തീർക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുകളായിട്ട് പ്രത്യേകിച്ച് എന്താ പറയുക, അങ്ങനെയുള്ള ചെടികളെ നോക്കാനും കാര്യങ്ങളൊന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ജൈവ സ്ലറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് 7 ദിവസം എന്നുള്ളത് എങ്ങനെയായാലും ഒരു 7 ദിവസം കൂടെ കടന്നു പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏറ്റവും എളുപ്പത്തിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റണത് നമുക്ക് നമ്മളുടെ 19 ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കവർ പൊട്ടിച്ച് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത്യാവശ്യമായിട്ട് ഈ ഒരാഴ്ചയ്ക്ക് എന്ന് വെച്ചു. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ 19 അറിയാം, നമുക്കെല്ലാ വളർച്ചയ്ക്കാണെങ്കിലും പൂടാനാണെങ്കിലും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ അതൊരു 1 ലിറ്ററിൻ്റെ ബോട്ടിലിൽ നമ്മൾ ഒരു 5 ഗ്രാം, അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവർക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു സ്പ്രെയർ ബോട്ടിൽ എന്താ പറയുക, ആ പ്രഷർ അടിച്ച് കയറ്റിയപ്പോഴാണ് മനസ്സിലായത് അതിനൊരു ചെറിയ ലീക്ക് ഉണ്ട്. ആ ഡ്രസ്സ് മൊത്തം നനഞ്ഞു. ആ ബാക്കിൽ കൂടെയും സ്പ്രേ പോവുക, ഫ്രണ്ട് അങ്ങനെ ആകെ ഇതായി. അപ്പോൾ എന്തായാലും അടുത്ത ഒരു സ്പ്രെയർ വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പായി. അതിനി ഓർഡർ ചെയ്യണം, ഇല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും നടക്കില്ല. ഇനി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ ക്രിസ്മസൊക്കെ കഴിഞ്ഞ് ഒരു ഇതായി വരുമ്പോഴേക്കും അപ്പോഴേക്കും ന്യൂ ഇയർ ആയില്ലോ. കുറച്ച് തിരക്കുകളൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ന്യൂ ഇയർ ആയി. പിന്നെ അതും കൂടെ കഴിഞ്ഞിട്ടൊക്കെ ആവും ഇനി പുറത്തിറങ്ങി ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അത് മാത്രമാണ് പണി. പിന്നെ കുറച്ച് DAP കൂടെ ഞാൻ എടുക്കണമില്ല. അപ്പോൾ DAP എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു 3-4 മണി വെച്ചിട്ട് എല്ലാവർക്കും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ ഒരാഴ്ചയ്ക്കുള്ള അവർക്ക് അത് എന്താ പറയുക, DAP അറിയാമല്ലോ. അപ്പോൾ അത് കടയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പതുക്കെ നമ്മൾ നനയ്ക്കുന്നതിനനുസരിച്ച് അത് ലയിച്ച് ഡൈല്യൂട്ടായി അവരുടെ മണ്ണിലൊക്കെ കിടന്ന് അപ്പോൾ അതൊരു 2 ആഴ്ചയ്ക്കുള്ള അവർക്കുള്ള വളമായി. അപ്പോൾ അതും കൂടെ 2 മണി 3 മണി വീതം ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മളുടെ പരിപാടികൾ കഴിച്ചു. പിന്നെ നമ്മളുടെ ഇതുണ്ട്, ഓർക്കിഡുകൾക്കാണെങ്കിലും കുറച്ച് അത്യാവശ്യമായിട്ട് നനയ്ക്കല്ല, ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്ത് അങ്ങനെ നമ്മളുടെ ചെടികൾക്കുള്ള പരിപാടികൾ തീരുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളുടെ ടെഡിയും പൂക്കിയും തമ്മിൽ ഒരു ഇതാണ്. ടെഡീനെയും അപ്പോൾ അങ്ങനെ എന്തായാലും ക്രിസ്മസൊക്കെ അല്ലേ, അപ്പോൾ അവൻ്റെ കൂടും ഒക്കെ ക്ലീൻ ആക്കാനൊക്കെ ആയിട്ട് അവനെയും പുറത്തേക്ക് ഇങ്ങനെ വലിയ റോപ്പ് വെച്ചിട്ടാണ് അങ്ങനെ നീട്ടിയിട്ടിരിക്കുകയാണ്. അവൻ്റെ കൂട്ടിന്ന് എനിക്ക് തോന്നി 20 മീറ്ററിൻ്റെയോ അങ്ങണ്ടും അത്രയും വലിയ ഇതാണ്. അപ്പോൾ അവൻ ഒരു പരിധിയിൽ വിട്ട് പോവുകയുമില്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവൻ ഭയങ്കര പ്രശ്നക്കാരനാണ്. എന്താ പറയുക, മതിലൊക്കെ ചാടും പെട്ടെന്ന്. ഇപ്പോൾ ആൾക്കാരെ കാണുമോ അല്ലെങ്കിൽ പട്ടികളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഓടി അവൻ ചാടാനുള്ള ടെൻഡൻസിൻ്റെ അവനത് പറ്റും. അവൻ അങ്ങനെ പെട്ടെന്ന് അടുത്തൊന്നും ചാടില്ല, പക്ഷെ ഓടി വന്നിട്ട് പെട്ടെന്ന് ചിലപ്പോൾ ചാടും. ചാടിക്കഴിഞ്ഞാൽ അവൻ ഉപദ്രവിക്കൊന്നുമില്ല, ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഓടിപ്പോയിട്ടൊക്കെ ഉണ്ട്, ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് അവനിങ്ങനെ ഓടി വരുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. പിന്നെ അതുമല്ല, അവനെങ്ങാനും നമ്മളൊന്ന് വന്ന് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ പുറകിലേക്ക് വീഴുകയും ചെയ്യും. അപ്പോൾ നമ്മളെന്നല്ല, അപ്പോൾ വേറെ ആർക്കായാലും എനിക്കാണെങ്കിലും ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലത്തെ പട്ടികളെയും പൂച്ചകളെയൊക്കെ പേടിയില്ല എന്നുള്ളൂ. പക്ഷേ പുറത്തുനിന്ന് ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെയും ആണെങ്കിലും അവരെയൊക്കെ നമ്മൾക്ക് അടുത്ത് പോകാനൊക്കെ പേടി തന്നെയാണ്. കാരണം നമുക്ക് പരിചയമില്ലാത്തവരുള്ളൂ. സ്നേഹമൊക്കെയാണ്, പക്ഷേ പേടി എല്ലാ മനുഷ്യന്മാർക്കും പൂച്ചേനെയല്ല പട്ടികളെ പ്രത്യേകിച്ച് എല്ലാവർക്കും പേടിയാണല്ലോ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. പിന്നെ ക്രിസ്മസിൻ്റെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഉച്ചയ്ക്ക് ടെഡിക്ക് ഫുഡ് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ടെഡിക്ക് ഫുഡ് കൊടുത്ത് അത് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടികളൊക്കെ കഴിഞ്ഞത്. ശരിക്കും പറയുകയാണെങ്കിൽ നട്ടുച്ചയ്ക്കൊന്നും
ഒരു മനുഷ്യന്മാരും നനയ്ക്കുകയുമില്ല, വളമൊന്നും ഇടില്ല. പക്ഷേ സമയം കിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞ് എന്ന് വെച്ചാൽ പിന്നെ അടുക്കളയിലത്തെ കുറച്ച് എന്തെങ്കിലും സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അമ്മ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, നോൺ വെജും കാര്യങ്ങളൊക്കെയാണല്ലോ. പക്ഷേ ഒരു കൈ സഹായം വേണ്ട വരും. ഒരു 6:30 ആയി തുടങ്ങുമ്പോൾ നമുക്ക് മത്സരങ്ങൾ തുടങ്ങുക. ഈ കരോൾ മത്സരമുണ്ട്, സ്റ്റാറിൻ്റെ മത്സരമുണ്ട്, ട്രീയുടെ മത്സരമുണ്ട്, പിന്നെന്താ കരോൾ ഗാന മത്സരമുണ്ട്. അപ്പോൾ അതായത് നമ്മളുടെ ഈ ഇടവകയിൽ 16 യൂണിറ്റാണ്. അപ്പോൾ ആ യൂണിറ്റുകൾ തമ്മിൽ ഇങ്ങനെ മത്സരം വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് ഭയങ്കരമായ അടി മത്സരങ്ങളൊന്നുമല്ല, വളരെ സ്നേഹത്തോടെ ഭയങ്കര, അതായത് നമ്മൾക്ക് തന്നെ അത് കാണാം. മത്സരം എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ മത്സരങ്ങളൊക്കെ വയ്ക്കുമ്പോഴാണ് കൂടുതൽ, ഇപ്പോൾ ഇത്രയധികം ആൾക്കാർ പങ്കെടുക്കണമെങ്കിൽ നമ്മളതൊരു മത്സരമാക്കി നടത്തണം. അപ്പോഴാണ് നമുക്ക് അതൊരു കാണാനായിട്ടൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ പറയുക, വേറെ പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ടാണ് ഇവിടെ ഈ മാർക്കും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ ഭയങ്കര പാട്ടൊക്കെ വെച്ച് പെർഫോമൻസും, പിന്നെ ഓരോ യൂണിറ്റുകാർക്ക് ഓരോ സമയമൊക്കെ കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ പള്ളിക്ക് എൻ്റർ ചെയ്യേണ്ടത്. എൻ്റർ ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾക്ക് മാർക്ക് ഇട്ട് തുടങ്ങും നമ്മളുടെ പെർഫോമൻസിനനുസരിച്ച്. പിന്നെ കോമൺ ആയിട്ട് ഈ 16 യൂണിറ്റിൽ ഈ ടീമുകളുണ്ടല്ലോ, ഒരേപോലെ നമ്മളുടെ പപ്പയുടെ ഇതും ഉണ്ണീനെയും പിന്നെന്താ രാജാക്കന്മാർ, അങ്ങനെ ഫുൾ ആ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ അതിന്, അതുപോലെ. പിന്നെ ബാക്കിയെല്ലാം ക്രിസ്മസിൻ്റെ ഡ്രസ്സുകളും തൊപ്പിയും ബലൂണും അങ്ങനെയൊക്കെ വെച്ച് നല്ല എന്താ പറയുക, നല്ല രസമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നന്നായി വീഡിയോ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. പക്ഷെ എനിക്കതിന് അത്ര നന്നായിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ, ഇത് നല്ല സൂപ്പർ വീഡിയോ ആണ്. ഇത് എൻ്റെ വീഡിയോ അല്ല, ഇത് ഞാൻ അടിച്ചു മാറ്റിയ വീഡിയോ ആണ്. ഇത് നമ്മുടെ യൂണിറ്റിൽ തന്നെ ജിബിൻ ആണ് ഫുൾ നമ്മളുടെ എല്ലാ പ്രോഗ്രാമിനും, പള്ളിയുടെ ആണെങ്കിലും ഏത് പ്രോഗ്രാമിനാണെങ്കിലും ആളാണ്. എന്താ പറയുക, നമ്മൾ പറയില്ലേ ചെണ്ടേമ കോല് വെക്കണോടത്ത്, അങ്ങനെയാണ് ആൾ. തൃശ്ശൂർ പൂരാണെങ്കിലും ഏതൊക്കെ പള്ളിയിൽ പെരുന്നാളുണ്ടോ, ഏതൊക്കെ അമ്പലത്തിൽ ഉത്സവങ്ങളുണ്ടോ, അവിടെ പോയി നല്ല സൂപ്പറായിട്ട് വീഡിയോ എടുക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ അവൻ നമ്മളുടെ ജിബിൻ നമ്മളുടെ യൂണിറ്റിൽ ഇട്ട വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ടു, കാരണം എനിക്ക് നല്ല വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത് നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ എനിക്കിപ്പം മ്യൂസിക് ഇടാൻ പറ്റില്ലല്ലോ ഇതിൽ, കാരണം ഇനി വല്ല കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അത് കാരണം അത് ഇട്ടിട്ടില്ല, മ്യൂസിക് ഇട്ടിട്ടില്ല. അല്ലാതെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ എന്താ പറയുക കരോൾ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കരോൾ മത്സരത്തിന് ഞങ്ങളുടെ യൂണിറ്റിന് സെക്കൻഡ് പ്രൈസ് കിട്ടി. എന്താ പറയുക, നമ്മൾ കുട്ടികളാണെങ്കിലും നമ്മൾ മത്സരം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ പറയണ പോലെ തന്നെ എല്ലാം ഇട്ട് വരിയായി സമയത്ത് വരും. പിന്നെ ആ പെർഫോമൻസിൻ്റെ സമയത്ത് നമ്മളുടെ വയസ്സും പ്രായവും ഒന്നും ഒരു പ്രശ്നമില്ല. വയസ്സായ അമ്മച്ചിമാർ തൊട്ട് അവിടെ ഇങ്ങനെ നിൽക്കണ എല്ലാവരും, അതായത് പെർഫോമൻസിന് ഒരു ടൈം തരാമെന്ന് വെച്ചാൽ പെർഫോമൻസിന് മാർക്കുണ്ട്. എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് അങ്ങാണ്ടാകുന്നുണ്ട്, 3 പാട്ടോ അങ്ങാണ്ട് വെക്കുന്നുണ്ട്. ആ ഒരു പെർഫോമൻസിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി തുള്ളി ഡാൻസ് ചെയ്ത് നമ്മൾ പെർഫോം ചെയ്യണം, അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മളൊക്കെ വെറുതെ കിടന്നു തുള്ളായിരുന്നു, സ്റ്റെപ്പൊന്നുമില്ല, അങ്ങനെ കിടന്നു. പിള്ളേരൊക്കെ അത്യാവശ്യം ഞങ്ങളുടെ യൂണിറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് യൂത്ത് പിള്ളേരുണ്ട്, കുഞ്ഞിപ്പം പിള്ളേരാണെങ്കിലും. ഇത് ജിബിൻ്റെ മോളാട്ടാ. അപ്പോൾ അങ്ങനെ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർ നന്നായി കളിച്ച് നന്നായി എൻജോയ് ചെയ്ത് അങ്ങനെ നമ്മൾ സെക്കൻഡ് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കരോളിൻ്റെ ഒരു എന്താ പറയുക വിശേഷം എന്ന് പറയണത്. പിന്നെ ഇതെന്ന് പറയണത് നമ്മളുടെ കരോൾ ഗാന മത്സരം, പാട്ട് മത്സരമായിരുന്നു. പിന്നെ ഇത് നമ്മളുടെ സ്റ്റാർ മത്സരത്തിൽ നിന്നാണ്. ഇത് നമ്മളുടെ സ്റ്റാറാണ്. നമ്മളുടെ സ്റ്റാറിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മളുടെ പള്ളിയിൽ, എല്ലാ പള്ളിയിലും ക്രിസ്മസിന് ഒരു കോർണറിൽ പുൽക്കൂടും ഉണ്ണീനെ അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടാക്കും. അപ്പോൾ അതുപോലെ നമ്മുടെ പിള്ളേർ ചെയ്തതാണ് ഇത് സ്റ്റാർ. പിന്നെന്താ കുറേ മത്സരത്തിൻ്റെ ആ ട്രീകളൊക്കെ കണ്ടു ഞാൻ. വീഡിയോ എടുത്തത് യാതൊരു വൃത്തിയായിട്ടില്ല. അപ്പോൾ എന്തൊക്കെയോ കാരണം ഈ വീഡിയോ ഇടണം എന്നുള്ള ഇതിലല്ല ഞാൻ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെർച്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിലൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇത് നമ്മളുടെ പാതിരാ കുർബാനയാണ്. 12 മണി ആവണ സമയത്ത് നമ്മളുടെ പള്ളിയിൽ പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഉണ്ണി പറക്കണ സമയം അതാണ്. അപ്പോൾ ആ സമയത്ത് ഇതാണ് നമ്മുടെ പള്ളിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്രിബും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഉണ്ണീനെ അതൊക്കെ ഒരു എന്താ പറയുക
അതൊക്കെ ഒരു ആചാരങ്ങൾ പോലെ ഉണ്ണീനെ ആ സമയത്ത് അവിടെ അച്ഛന്മാർ അവിടെ കൊണ്ടുവയ്ക്കണു. അങ്ങനെ കുറേ എന്താ പറയുക, അവരുടേതായ കുറേ പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു ഫ്ലാഷ് മോബ് ഉണ്ടായിരുന്നു. നമ്മളുടെ കുട്ടികൾ അത് നന്നായി കളിച്ചു. ഞാൻ പറഞ്ഞല്ലോ, പാട്ടൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ക്രിസ്മസ് വിശേഷം. അപ്പോൾ തംബ്നെയിൽ ഇട്ട പോലെ തന്നെ നമ്മളുടെ ഒരു ക്രിസ്മസ് കൂടെ കഴിഞ്ഞു 2024 ക്രിസ്മസ് കഴിഞ്ഞു. ഇനി ന്യൂ ഇയർ ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.